ഹലോ ഗൈസ്, വെൽക്കം ടു ജമാലിസ് ഇൻസൈറ്റ്സ്. ഇന്ന് നമ്മൾ പോകുന്നത് മൂന്നാർ ആനച്ചാലുള്ള ടീ ഹാർവസ്റ്റർ എന്ന് പറഞ്ഞ ഒരു അടിപൊളി റിസോർട്ടിലേക്കാണ്. അപ്പോൾ നമ്മുടെ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ എത്രയും വേഗം സബ്സ്ക്രൈബ് ചെയ്യുക, അതേപോലെ ആ ബെൽ ബട്ടൺ എനേബിൾ ചെയ്യുക. മൂന്നാർ ടൗണിൽ നിന്നും 12 കിലോമീറ്റർ മാത്രം അകലെ ആനച്ചാൽ ചിത്രപുരം എന്ന സ്ഥലത്ത് തേയിലത്തോട്ടങ്ങൾക്ക് നടുവിലാണ് ടീ ഹാർവസ്റ്റർ സ്ഥിതി ചെയ്യുന്നത്. റോഡിൽ നിന്ന് ഏകദേശം 500 മീറ്ററോളം തേയിലത്തോട്ടങ്ങൾക്കിടയിലൂടെയുള്ള ചെറിയ വഴിയിലൂടെ സഞ്ചരിച്ച് വേണം നമുക്ക് റിസോർട്ടിലേക്ക് എത്താൻ. സാധാരണ നമ്മൾ കണ്ടുവരുന്ന കണ്ടംപററി സ്റ്റൈൽ റിസോർട്ടുകളെ അപേക്ഷിച്ച് ടീ ഹാർവസ്റ്റർ വളരെ വ്യത്യസ്തമാണ്. കൊളോണിയൽ ആർക്കിടെക്ചർ ഫോളോ ചെയ്താണ് 3 നിലയുള്ള ഈ റിസോർട്ട് പണികഴിപ്പിച്ചിരിക്കുന്നത്. പേര് പോലെ തന്നെ വളരെ വ്യത്യസ്തമാണ് ഇവിടുത്തെ ഓരോ കാഴ്ചകളും ഓരോ അനുഭവങ്ങളും. ഏകദേശം 15 ഏക്കറിൽ സ്ഥിതി ചെയ്യുന്ന ടീ ഹാർവസ്റ്റർ തീർത്തും ഒരു ക്ലാസിക്കൽ കൊളോണിയൽ മെമ്മറിയാണ് നമുക്ക് സമ്മാനിക്കുന്നത്. എക്സ്പീരിയൻസ് ദ ലൈഫ് ഓഫ് ആൻ ഇംഗ്ലീഷ് പ്ലാന്റർ. ഇതാണ് ടീ ഹാർവസ്റ്ററിന്റെ ബ്യൂട്ടിഫുൾ ടാഗ്ലൈൻ. അതായത് 100 വർഷങ്ങൾക്ക് മുമ്പ് നമ്മുടെ നാട്ടിലേക്ക് വന്ന് ഇവിടുത്തെ മണ്ണും വായുവും അനുഭവിച്ചറിഞ്ഞ് വെറും തരിശായി കടന്നിരുന്ന മലകളും കുന്നുകളും മനോഹരമായ തേയിലത്തോട്ടങ്ങളാക്കി മാറ്റിയ ഇംഗ്ലീഷുകാരുടെ ജീവിതത്തെ അനുസ്മരിപ്പിക്കുന്ന കാഴ്ചകളുടെ ഒരു അനുഭവം തന്നെയാണ് ടീ ഹാർവസ്റ്റർ നമുക്ക് സമ്മാനിക്കുന്നത്. ലോബിയിലേക്ക് കയറി ചെല്ലുമ്പോൾ തന്നെ വലിയൊരു ആർട്ട് ഗാലറി തന്നെ ഇവർ ഒരുക്കി വെച്ചിട്ടുണ്ട്. ഒരുപാട് മനോഹരമായിട്ടുള്ള ചിത്രങ്ങൾ ഫ്രെയിം ചെയ്ത് സൂക്ഷിച്ചിട്ടുണ്ട്. അതേപോലെ വളരെ റെയർ ആയിട്ടുള്ള ആൻറ്റിക് പീസുകളുണ്ട്. ഒരുപാട് സ്കൾപ്ചേഴ്സ് നമുക്ക് കാണാൻ സാധിക്കും. അതേപോലെ ഗോൾഫ് സ്റ്റിക്കുകൾ, പഴയ ബാഗുകൾ, അങ്ങനെ ഒരുപാട് കാഴ്ചകൾ ഈ ഗാലറിയിൽ തന്നെ നമുക്ക് കാണാൻ സാധിക്കും. സെക്കൻഡ് ഫ്ലോറിലാണ് നമുക്കുള്ള റൂം തയ്യാറാക്കിയിരിക്കുന്നത്. അവിടേക്ക് പോകണമെങ്കിൽ നമുക്ക് ലിഫ്റ്റില്ല. ബിൽഡിങ്ങിനോട് ചേർന്ന് തന്നെയുള്ള സ്റ്റെപ്പ് വഴിയാണ് നമുക്ക് മുകളിലേക്ക് പോകേണ്ടത്. സ്റ്റെപ്പിലൂടെ നമ്മൾ മുകളിലേക്ക് പോകുമ്പോഴും ഇരുവശങ്ങളിലും വളരെ മനോഹരമായി ഗാർഡൻ സെറ്റ് ചെയ്തിട്ടുണ്ട്. അതേപോലെ ഒരുപാട് ആൻറ്റിക് പീസുകൾ നമുക്ക് ഇവിടെയും കാണാൻ സാധിക്കും. വളരെ മനോഹരമായി തന്നെ അവരതിനെ മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകുന്നുണ്ടെന്നുള്ളത് എടുത്തു പറയേണ്ട ഒരു കാര്യം തന്നെയാണ്. ഈ നീല ഷർട്ടിട്ട ചേട്ടനാണ് നമ്മളെ റൂമിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി ഇവിടുത്തെ മറ്റു വിശേഷങ്ങൾ നമുക്ക് പറഞ്ഞു തന്നത്. എല്ലാ റൂമിലും ബാൽക്കണി ഉണ്ട്. ബാൽക്കണിയിൽ നോക്കിക്കഴിഞ്ഞാൽ വളരെ മനോഹരമായിട്ടുള്ള കാഴ്ചയും നമുക്ക് കാണാം. റിസോർട്ടിൽ നിന്ന് ഏകദേശം ഒരു 100 അടി താഴേക്ക് പോയാൽ വളരെ മനോഹരമായിട്ടുള്ള ഒരു വെള്ളച്ചാട്ടമുണ്ടെന്ന് നമ്മുടെ ചേട്ടൻ പറഞ്ഞായിരുന്നു. പക്ഷേ ചാറ്റൽ മഴയുള്ളത് കൊണ്ടും പോകുന്ന വഴിയെല്ലാം തെന്നിക്കിടക്കുന്നത് കൊണ്ടും ഒരു സാഹസത്തിന് ഞങ്ങൾ മുതിരുന്നില്ല. തൽക്കാലം നമുക്ക് ബാൽക്കണിയിൽ ഇരുന്നു കൊണ്ട് വെള്ളച്ചാട്ടത്തിൻ്റെ ശബ്ദം ആസ്വദിക്കാം. ഇതാ അങ്ങ് ദൂരെ കാണുന്നതാണ് പ്രശസ്തമായ ചാൻഡീസ് വിൻഡി വുഡ്സ് റിസോർട്ട്സ്. റിസോർട്ടിൻ്റെ ഒരു വശത്ത് ഏലത്തോട്ടവും മറുവശത്ത് തേയിലത്തോട്ടവുമാണ്. റൂം അത്യാവശ്യം നല്ല സ്പേഷ്യസ് ആണ്. ഡബിൾ ബെഡ്റൂമാണ്. 2 പേർക്ക് വളരെ നല്ല കംഫർട്ടബിൾ ആയിട്ട് താമസിക്കാൻ ഇതിൽ പറ്റും. നമ്മൾ 4 പേരുള്ളത് കൊണ്ട് അതും ഒരു റൂം തന്നെ വേണമെന്ന് പറഞ്ഞതുകൊണ്ടാണ് അവർ 2 എക്സ്ട്രാ ബെഡ് ഇതിൽ ആഡ് ചെയ്തിരിക്കുന്നത്. ടോയ്ലറ്റ് വളരെ നീറ്റ് ആൻഡ് ക്ലീൻ ആണ്. നമുക്ക് വേണ്ട എല്ലാ യൂട്ടിലിറ്റി കിറ്റുകളും നമുക്കിവിടെ അവൈലബിൾ ആണ്. അതുപോലെ 1-2 പെയിൻറ്റിങ്സ് വളരെ നന്നായിട്ട് തന്നെ അവർ പ്ലേസ് ചെയ്ത് വെച്ചിട്ടുണ്ട്. നമ്മുടെ റൂമിൻ്റെ മെയിൻ ഡോറ് തുറന്ന് പുറത്തേക്ക് ഇറങ്ങിയാൽ കാണുന്നത് വളരെ മനോഹരമായിട്ടൊരു കാഴ്ചയാണ്. തേയിലത്തോട്ടത്തിന് നടുവിൽ മറ്റൊരു ബിൽഡിംഗ് അവിടെ നിൽക്കുന്നു. അതും വളരെ മനോഹരമായി പണി കഴിപ്പിച്ച ബിൽഡിംഗാണ്. ക്യാമറയും കട്ടിലും കണ്ടപ്പോൾ നമ്മുടെ പയ്യന് ഒന്ന് ജോൺസീനെ കളിക്കണമെന്ന് ഞാൻ പറഞ്ഞു, ആയിക്കോട്ടെ. ഇപ്പോൾ ഈ റിസോർട്ട് സ്ഥിതി ചെയ്യുന്ന സ്ഥലം ഏതാണ്ട് 70 വർഷങ്ങൾക്ക് മുമ്പ് ഏലം സംസ്കരിക്കാൻ വേണ്ടി ഉപയോഗിച്ചിരുന്ന സ്ഥലമാണ് എന്നാണ് പറയപ്പെടുന്നത്. അപ്പോൾ എല്ലാവരും ഒന്നിങ്ങോട്ട് നോക്കി. അയ്യോ, നിങ്ങളോടല്ല കേട്ടോ, ഞങ്ങളിനി കുറച്ച് ഫോട്ടോ ഒക്കെ എടുക്കട്ടെ. അടുത്ത വീഡിയോയുമായി വരുന്നവരെ ഗുഡ് ബൈ.